ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് സെക്ഷൻ 351 ഓഫ് ദി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പവർ ടു എക്സാമിൻ അക്യൂസ്ഡ്. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. ഇൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ദിസ് വാസ് ഇൻ സെക്ഷൻ 313 313 ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായി ഓർമ്മ വരുന്നുണ്ടാകും. പവർ ടു എക്സാമിൻ അക്യൂസ്ഡ്. ഇത് മലയാളത്തിൽ കൂടി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാനാണ് ഈ ക്ലാസ് ഞാനിവിടെ തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക. ഇൻ എവരി ഇൻക്വയറി ഓർ ട്രയൽ for the purpose of enabling the accused personally to explain any circumstances appearing in the evidence against him, the court may at any stage without previously warning the accused put such questions to him as the court considers necessary. B. Shall, after the witnesses for the prosecution have been examined and before he is called on for his defense, question him generally on the case. അതുവരേക്കുള്ളതിൻ്റെ മലയാളം ഒന്ന് കേട്ടു നോക്കുക. ഏതൊരു ഇൻക്വയറി ഓർ ട്രയലിലോ തെളിവിൽ തനിക്കെതിരായി കാണപ്പെടുന്ന ഏതെങ്കിലും സർക്കംസ്റ്റൻസസ് നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അക്യൂസഡിനെ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ്. കേട്ടു നോക്കൂ. കോർട്ടിനെ ഏതെങ്കിലും ഘട്ടത്തിൽ, ശ്രദ്ധിക്കുക, അക്യൂസഡിനെ മുന്നറിയിപ്പ് നൽകാതെ ആവശ്യമാണെന്ന് കോർട്ട് കരുതുന്ന ചോദ്യങ്ങൾ അയാളോട് ചോദിക്കാവുന്നതും. ബിയും നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവിടെ നോക്കൂ. പ്രോസിക്യൂഷൻ വിറ്റ്നസിനെ വിസ്തരിച്ചതിന് ശേഷമായും അയാളോട് പ്രതിവാദത്തിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പായും ഡിഫൻസ് കോർട്ട് കേസ് സംബന്ധിച്ച് അയാളെ ജനറലായും ചോദ്യം ചെയ്യേണ്ടതാകുന്നു. അത് ശ്രദ്ധിക്കുക. എന്നാൽ അവിടെ ഒരു പ്രൊവൈസോ ഉണ്ട്. ശ്രദ്ധിക്കുക. പ്രൊവൈഡഡ് ദാറ്റ്, ഈ ഭാഗം നോക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ സമൺസ് കേസ് where the court has dispensed with the personal attendance of the accused, it may also dispense with his examination under clause B. എന്നാൽ സമൺസ് കേസിൽ പ്രതി നേരിട്ട് ഹാജരാക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ടുള്ളിടത്ത് കോർട്ടിന് ക്ലോസ് ബിയുടെ കീഴിൽ അയാളുടെ വിസ്താരവും വേണ്ടെന്ന് വയ്ക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഇത് ഒരു അടിസ്ഥാനമാക്കിയിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റിൽ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. നോ ഓത്ത് ഷാൽ ബി അഡ്മിനിസ്ട്രേഡ്. സെക്കൻഡ് സബ്സെക്ഷൻ 2, നോ ഓത്ത് ഷാൽ ബി അഡ്മിനിസ്ട്രേഡ് ടു ദ അക്യൂസ്ഡ് വെൻ ഹി ഈസ് എക്സാമിൻഡ് അണ്ടർ സബ്സെക്ഷൻ 1. അതെന്താണെന്ന് ശ്രദ്ധിക്കുക. ഒന്നാം സബ്സെക്ഷന് കീഴിൽ വിസ്തരിക്കപ്പെടുമ്പോൾ പ്രതിയെ ഓത്ത് ചെയ്യിക്കാൻ പാടുള്ളതല്ല. ഓത്ത് മീൻസ് ശപഥം ചെയ്യിക്കാൻ പാടുള്ളതല്ല എന്ന് കൂടി ഓർക്കുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. സബ്സെക്ഷൻ 3, അക്യൂസ്ഡ് ഷാൽ നോട്ട് റെൻഡർ ഹിംസെൽഫ് ലയബിൾ ടു പനിഷ്മെന്റ് ബൈ റെഫ്യൂസിംഗ് ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് ഓർ ബൈ ഗിവിംഗ് ഫാൾസ് ആൻസേഴ്സ് ടു ദം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് റിപ്ലൈ നൽകാൻ വിസമ്മതിക്കുന്നത് കൊണ്ടോ അവയ്ക്ക് വ്യാജമായ മറുപടി നൽകുന്നത് കൊണ്ടോ അക്യൂസ്ഡ് ശിക്ഷാർഹനാകുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 4th സബ്സെക്ഷൻ നോക്കൂ. ദ ആൻസേഴ്സ് ഗിവൺ ബൈ ദ അക്യൂസ്ഡ് മേ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഇൻ സച്ച് ഇൻക്വയറി ഓർ ട്രയൽ and put in evidence for or against him in any other inquiry into or trial for any other offence which such answers may tend to show he has committed. ശ്രദ്ധിക്കുക. അക്യൂസ്ഡ് അങ്ങനെ നൽകുന്ന റിപ്ലൈസ് അങ്ങനെയുള്ള ഇൻക്വയറിയിലോ ട്രയലിലോ പരിഗണിക്കേണ്ടതും
ഏത് കുറ്റം അയാൾ ചെയ്തതായി കാണിക്കാൻ പ്രവണത ഉള്ളവയാണോ, ആറ് പ്ലേസ് അങ്ങനെയുള്ള മറ്റേതെങ്കിലും നോക്കണം, മറ്റേതെങ്കിലും കുറ്റത്തിൻ്റെ ഇൻക്വയറിയിലോ ട്രയലിലോ അയാൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ യൂസ് ചെയ്യാവുന്നതുമാകുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. നമ്മൾക്ക് 5ാം സബ്സെക്ഷനിലേക്ക് പോവാം. 351 സബ്സെക്ഷൻ 5 ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദ കോർട്ട് മേ ടേക്ക് ഹെൽപ്പ് ഓഫ് പ്രോസിക്യൂട്ടർ ആൻഡ് ഡിഫൻസ് കൗൺസിൽ ഇൻ പ്രിപ്പയറിംഗ് relevant questions which are to put to the accused, and court may permit filing of written statement by the accused as sufficient complaints of this section. This section means 351. കോർട്ടിനെ അക്യൂസിനോട് ചോദിക്കേണ്ടതായ പ്രസക്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രോസിക്യൂട്ടറുടെയോ ഡിഫൻസ് കൗൺസിലിൻ്റെയോ ഹെൽപ്പ് സ്വീകരിക്കാവുന്നതും ഈ സെക്ഷൻ അനുസരിച്ച് അക്യൂസറിൻ്റെ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുവാൻ കോർട്ട് അനുവദിക്കാവുന്നതുമാണ്. അക്യൂസിന് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുവാൻ കോടതി അനുവദിക്കുന്നതുമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇത് ചെറിയൊരു ആരംഭം മാത്രമാണ്. ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ 313 CRPCയിലെ ഇപ്പോൾ 351 അതിൻ്റെ കേസ് ലോസ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കേസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.